ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 4 ടോപ്പിക്കാണ് പഠിക്കാനുള്ളതെങ്കിൽ അതിൽ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതൊരു സ്ക്വയർ പിരമിഡാണ്. എന്തുകൊണ്ട് അതിനെ സ്ക്വയർ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ അടിഭാഗം ഒരു സ്ക്വയർ ഷേപ്പാണ്. അല്ലേ എടാ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. സോ ഈ വീഡിയോയിൽ പോകുന്നതിന് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ മാക്സിമം നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കും. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം 4 സൈഡുകൾ കാണാം. ഇതിനെയാണ് നമ്മൾ ബേസ് എഡ്ജ് അഥവാ പാദവക്ക് എന്ന് പറയുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ചില സ്കൂളുകാർ ബി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ 1, 2, 3, 4 ബേസ് എഡ്ജ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം 1, 2, 3, 4. ഇത് ഞാനത് കൂട്ടിയിട്ടില്ല കേട്ടോ, എന്തുകൊണ്ടാണ് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക് എന്ന് പറയും. ഇതിൻ്റെ അക്ഷരം ഇ ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് എ, ഇത് എ. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ നോക്കി നോക്കും മക്കൾ. ഈ ഒരു ട്രയാങ്കിൾ, വലിയൊരു ട്രയാങ്കിൾ കാണാൻ പറ്റും അല്ലേ? 4 ട്രയാങ്കിളാണ് ശരിക്കും ഇവിടെ ഉള്ളത്. ഈ രീതിയിൽ 4 ട്രയാങ്കിൾ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം മക്കളെ. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് ശരിക്കും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് നിങ്ങൾ ഈ സെൻറ്ററിൽ കാണുന്നത്. എന്നാൽ അത് നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്ന് പറയുന്നത്. ഇതിനെ എൽ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. എ പഠിച്ചു, ഇ പഠിച്ചു, എൽ പഠിച്ചു. എ എന്ന് പറഞ്ഞാൽ അടിഭാഗത്തെ ബേസ് എഡ്ജുകൾ, ഇ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്, എൽ എന്ന് പറഞ്ഞാൽ ഇത്. ഒരാൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി, ഇതിന് നടുവിലൂടെ ഒരു വര അല്ലെങ്കിൽ പോകുന്നത് കണ്ടോ? അതായത് കുത്തനെയുള്ള ഇവിടെ 90 ഡിഗ്രിയുള്ള ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്, എച്ച്. അപ്പോൾ ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ് അഥവാ ചെരിവ് ഉയരമാണ്. ഇത് നേരെയുള്ള കുത്തനെയുള്ള ഹൈറ്റാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്ക്വയർ പിരമിഡിൻ്റെ അഥവാ സമചതുരസ്തൂപിയുടെ കൃത്യമായുള്ള ഹൈറ്റ് എന്ന് പറയും, എച്ച് എന്ന് പറയും. അപ്പോൾ എ, ഇ, എൽ, എച്ച്. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്, ഇ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ്, എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇത്ര ഈ ടോപ്പിക്കിൽ ആകെ പഠിക്കാനുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസ് കൂടി പഠിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് അത്രയും പെർഫെക്റ്റ് ആയി. മക്കൾ, ഇതിൽ സീക്രട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 2 ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഞാനൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഞാനൊരു ഇത് ഇവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരു പകുതിയായിട്ടുള്ള ട്രയാങ്കിളാണ്. ഇതാണ് കറക്റ്റ് നിങ്ങൾക്ക് ഈ ഹൈറ്റ്, ഇത് ഈ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ഏതൊക്കെ വന്നു? എച്ച് വന്നു. ഇത് എൻ്റെ പകുതിയാണ്. ഇവിടെ നിന്ന് മുതൽ മക്കളെ, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ എ ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടേക്കും. അപ്പോൾ എൻ്റെ പകുതിയാണ് ഈ കാണുന്നത്. സോ ഇത് A/2, ഇത് എച്ച് ആൻഡ് ദിസ് ഈസ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ എയും ഇയും ഇ ഇല്ല കേട്ടോ, എയും എച്ചും എല്ലും വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ. അതിൻ്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഹൈപ്പന്യൂസ് അഥവാ കർണം സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? L² = A/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. വെരി ഇമ്പോർട്ടൻറ്റ്, ഇമാജിൻ ചെയ്യണം കേട്ടോ. ഇതിനി എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വരാനുള്ളത്? നമ്മുടെ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നിർബന്ധമായിട്ട് ലൈവ് കാണണം. 2 ട്രയാങ്കിളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഒരു വര, ഞാൻ വടി മാറ്റി വെക്കാം. 10 വേണമെങ്കിൽ ഇത് ഉപയോഗിക്കട്ടെ, ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് നമുക്കറിയാം, ഇത് 90 ഡിഗ്രിയാണ്. ഇത് ഹൈപ്പന്യൂസ് അഥവാ കർണമാണ്. ഇത് ഇ ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഇടാം. E² = A/2 ഹോൾ സ്ക്വയർ പ്ലസ് L². ഇല എന്ന് പറഞ്ഞൊക്കെ ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. E² ഇല, L² പ്ലസ് A/2 ഹോൾ സ്ക്വയർ ഇല. ഓക്കെ, ഇവിടെ LAH ല എന്ന് പറഞ്ഞൊക്കെ നമുക്ക് ഇക്വേഷൻ പഠിക്കാൻ നമ്മൾ ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഒറ്റ പോയിന്റ് കൂടി പഠിക്കാനുണ്ട് മക്കളെ. ഇതിന് ഞാൻ 2 ഭാഗമായിട്ട് തിരിക്കാം. ഈ അടിയിലുള്ള സ്ക്വയറിന് ഒരു ഭാഗവും മുകളിലുള്ള 4 വലിയ ട്രയാങ്കിളിനെയും വേറൊരു ഭാഗമായിട്ട്. ഈ അടിയിലുള്ള ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇത്രയും ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഒരു സൈഡ് എ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ ടോട്ടലായിട്ട്, ഈ കുഞ്ഞു ട്രയാങ്കിൾ അല്ല, സ്ക്വയർ അല്ല കേട്ടോ, ഇതിൻ്റെ മൊത്തം ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ്. A² ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ബി ആണെങ്കിൽ B². നിങ്ങളുടെ ഇഷ്ടമുള്ളത് എടുക്കാം. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ 4 ട്രയാങ്കിളും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ആൻസറാണ് മക്കളെ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വമുഖ പരപ്പളവ്, LSA അല്ലേ? പാർശ്വമുഖ പരപ്പളവ് അഥവാ LSA. മക്കളെ, നിങ്ങൾ നോക്കി നോക്കൂ. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇതിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് BH ആണ്. ഹാഫ് ബിൻ്റെ പകരം എ, ഹാഫ് ഇൻറ്റു A ഇൻറ്റു H എന്ന് പറഞ്ഞാൽ L. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ, മുഴുവൻ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് AL ആണ്. അങ്ങനെ എത്ര ട്രയാങ്കിൾ ഉണ്ട് ഒരേ ഷേപ്പിൽ?
4 ഉണ്ട്. സോ ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബേസ് അല്ലാത്ത ബാക്കി ഭാഗങ്ങൾ ഈ 4 ട്രയാങ്കിളും കൂടിയിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് 4 × ½ × AL. 4ഉം 2ഉം കട്ട് ചെയ്താൽ നമുക്ക് 2AL എന്ന് കിട്ടും. മക്കളെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വമുഖ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ 2AL ആണ്. ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ A² ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഇത് മുഴുവനായിട്ടുള്ള സർഫസ് ഏരിയ, പരീക്ഷ ചോദിക്കുന്നത് ഇത് മുഴുവൻ ചായം പൂശാൻ എത്ര, അഥവാ പെയിൻ്റ് അടിക്കാൻ എത്ര പേപ്പർ വേണം അല്ലെങ്കിൽ ബൈൻഡ് വേണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ടോട്ടൽ സർഫസ് ഏരിയയും LSAക്കാണ് കാണാനുള്ളത്. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ A² + 2AL ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, ഇതിൻ്റെ വോള്യം എത്ര. ശരിക്കും ഇത് വരുന്നത്, ഇത് ഞാൻ അങ്ങനെ കുത്തനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ബോക്സ് കാണാം, ഒരു ഫ്രിഡ്ജിൻ്റെ ഒക്കെ പെട്ടി ആലോചിച്ചാൽ മതി. ആ ഫ്രിഡ്ജിൻ്റെ ഒക്കെ പെട്ടിയുടെ അടിഭാഗം ഈ ഒരു ഷേപ്പിലായിരിക്കും, മുകൾ ഭാഗം ആ ഷേപ്പിലായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ചെത്തിയെടുക്കുന്ന രൂപമാണ് ഈ ശരിക്കും ഈ കാണുന്നത്. അപ്പം അതിൻ്റെ 1/3 പാർട്ടായിരിക്കും അതിൻ്റെ ഏരിയ ഉണ്ടാവുക. നമുക്കറിയാം ഒരു സ്ക്വയർ ഇതില്ലേ, റെക്റ്റാങ്കിൾ പ്രിസം എന്ന് പറയും, റെക്റ്റാങ്കിൾ പ്രിസം അല്ലേ, ആ പ്രിസത്തിനുള്ളിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ 1/3 പാർട്ടാണ്. സോ ഇതിൻ്റെ വോള്യം എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് 1/3 A²H ആണ്. ഏതാണ് 1/3 A²H. ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ, ഈ ടോപ്പിക്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മക്കളെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ A എന്നും ഇതിനെ നമ്മൾ E എന്നും ഇതിനെ നമ്മൾ L എന്നും. L എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എന്തിൻ്റെ, സ്ക്വയർ പിരമിഡിൻ്റെ. പക്ഷേ ഇത് ഹൈറ്റ് ആണ് എന്തിൻ്റെ, ട്രയാങ്കിളിൻ്റെ. ഓക്കെ, അത് മാറിപ്പോയത് കേട്ടോ. പിന്നെ ഇതിനുള്ളിലുള്ളത് ഒരേ ഒരാളാണ് ഹൈറ്റ് എന്തിൻ്റെ, സ്ക്വയർ പിരമിഡിൻ്റെ. അപ്പം AELH, പിന്നെ 2 ട്രയാങ്കിൾ. ഏതൊക്കെ, ഇതിനുള്ളിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ച ഈ ഒരു ട്രയാങ്കിൾ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രയാങ്കിൾ. ഇതിൻ്റെ ഇവിടെ ഉണ്ട്. രണ്ടാമത്തേത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു സ്മോൾ ട്രയാങ്കിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും എന്താക്കണം, അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, വിലപ്പെട്ട ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ SSLC ഫ്രണ്ട്സിനോടും സൈലത്തിൻ്റെ SSLC ക്ലാസ്സുകൾ കാണാൻ പറയുക. സ്പെഷ്യലി മാത്സിന് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾ സൈലത്തിൻ്റെ മാത്സ് ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവില്ല, നിങ്ങൾക്ക് അടിപൊളി മാർക്ക് വാങ്ങാൻ പറ്റും. അത് ഞാൻ ഉറപ്പുതരാം. സോ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.